രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. സംപൂജ്യരെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു രാമമാസം നമ്മൾക്ക് സമാഗതമായി. ലോകത്തെ തത്വജ്ഞാനപരമായ മഹത്തരത്തിലേക്ക് ഉയർത്തുവാൻ ആധ്യാത്മ രാമായണത്തിൻ്റെ പ്രതിപുരുഷനായ രാമപാദം ബന്ധിച്ചുകൊണ്ട് നമ്മൾക്ക് സമാരംഭിക്കാം. ഒരു കൂട്ടകുടുംബത്തിൻ്റെ നന്മ ലോകത്തെ പഠിപ്പിച്ച ഭഗവാന്റെയും ഭഗവതിയുടെയും പാതാരവിന്ദങ്ങളിൽ എന്താണ് രാമായണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന മഹാദേവ പാദങ്ങളിലും ഹനുമാൻ്റെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് 7-ാം ദിവസമായ ഇന്നത്തെ അധ്യാത്മ രാമ പാരായണം നമ്മൾക്ക് സമാരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഓം ശ്രീരാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. 7-ാം ദിവസമായ ഇന്ന് അയോധ്യാകാന്ഡത്തിൽ വനയാത്ര ആണ് നമ്മൾക്ക് പാരായണം ചെയ്യേണ്ടത്. എല്ലാ വ്യക്തിത്വങ്ങളുടെയും മനസ്സിനെ ഇങ്ങോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് 7-ാം ദിവസമായ പാരായണം നമ്മൾ സമാരംഭിക്കുന്നു. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ, അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു. നക്തൻ ചരാന്നയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്ന് വിഷാദം കളവിൻ. എല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ. രാമരാമായി തീ ജപിപ്പിൻ. എല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അതേയല്ല കൈവല്യവും സിദ്ധിക്കും ഏവനും എന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണൻ
ആത്മാരഹുത്തമൻ ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലെ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു. വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ ഭജനാമൃതം സേവിച്ചു. രാമന് ശ്രീനാരായണനെന്നറിഞ്ഞ് ഉടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാർ ഏവരും. രാമസീതാരഹസ്യം മുഹുരീദൃശ്യം ആമോദപൂർവകം ധ്യാനിപ്പിൻ എല്ലാവരും. നാരായണ രാമസീതാരഹസ്യം മുഹുർ ഈദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കും ഏവനും. ഗോപനീയം രഹസ്യം വരം ഈദൃശമാം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാർ എന്നോർത്തു ഞാൻ. രാമതത്വം പരമ ഉപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കു. താപസ ശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി രാഘവൻ താതദേഹം പ്രവേശിച്ച് ഉടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിത്തെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദം അകലക്കളഞ്ഞ് ഇനി ഞങ്ങളെ താതൻ ആജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു. സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയ വൽക്കല്ല ലക്ഷ്മണൻ താനും ആടുത്താൻ. അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട് ആകുലാൽ പക്ഷം എന്തുള്ളിൽ എന്നുള്ളത് അറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാൻ ഇത് ഗാഠം ഉടുക്കുന്നത് എന്നുള്ള ചിന്തയ
മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരാവുപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നോ നിന്നീടിനാൻ എന്നത് കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളും ഒക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർഷിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ. എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരീ ദുർവൃത്ത മനസ്സേ കഷ്ടം ഓർത്തോളം കഠോരശീലേഖലി രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയത് എന്തോ ഒരു കാരണം. ഭക്തിയാ പതിവൃതയാകിയ ജാനകി ഭർത്താവിനോട് കൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടു ഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യ ചരിച്ചിടുക എന്നേ വരൂ. യുദ്ധം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോട് ഏവമരുൾ ചെയ്തു രാജയോഗ്യം രഥം ആശുവരുത്തുക രാജീവ നേത്രപ്രയാണായ സത്വരം യുദ്ധം ഉക്ത്വാ രാമവക്രാംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകയേ രാമ രാമ ത്രിലോകാഭിരാമംഗ ഹാഹ മമ പ്രാണ സമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനുമപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരം ഇനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതു ഉടൻ തേരിൽ കരേറിനാൻ. ബാണചാപ അസീതൂണിയരാദികൾ എല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രരെ
വാനരരും ആകുലാൽ കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്ത് എഴുന്നേൽപ്പിച്ചു. ഭക്ഷസീ തുഷ്ട്യാ ദൃഢം അണച്ച് ആശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം വന്ദേതരം കുശലപ്രശനവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടേ അഞ്ജലി പൂണ്ടു ഗുഹനും ഉരച്ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദൂഷണഹീനം അധീനമല്ലോ തവ കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ട് ഇനി നിന്തിരുവടി സന്തതം അത്ര വാസിച്ചരുളീടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദ പാദപത്മരേണുക്കളാൽ ഫലമൂലങ്ങൾ പരിഗ്രഹിക്കേണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു. രാഘവൻ കേൾക്ക നീ വാക്യം മതിയം മമ സഖേ. സൗഖ്യം ഇതിൽ പരമില്ല എനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതും ഭുജിക്കായി എന്നതും ഇല്ല എന്നും അന്യേ വനവാസകാലം കഴിവോളം രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ. പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്ന രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജഡാമകുടത്തോടും സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരം ആശ്രിതമായ തത്പസ്ഥലേ പാനീയമാത്രം ആശിച്ചു. വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പു കൊണ്ടിടിനാൻ. പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുരാവാസവും ചെയ്തു. ഉറങ്ങിയിടുന്നത് പോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചു. അന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ട് അതിദുഃഖം കലർന്നു ബാഷ്പകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കര നേത്രനേ കണ്ടിലയോ സഖേ. പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നു അർണോജനേത്രൻ ഉറങ്ങുമാറായതോ.
സ്വർണതൽപേ പവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നം ഇന്നിഹ പല്ലവ പല്യങ്ക സീമനി വനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ദരാചിത്തം ആസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ ശ്രുത്വാ ഗുഹോത്തികൾ യുദ്ധം ആഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണു മദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം കസ്യ ദുഃഖസ്യ കോ ഹേ ദുർജഗത്രയേ കസ്യോ സുഖസ്യ വാ കോ ഹേ ദുസ്സഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം ദുഃഖ സുഖങ്ങൾ ദാനം ചെയ്വതിന് ആരുമുൾക്കാമ്പിലോർത്ത് കണ്ടാൽ ഇല്ല നിർണയം ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവ് ഇതീ വൃഥ തോന്നുന്നിത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുദ്ധന്മാർക്ക് അതേതുമേ ഞാൻ അതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃത അഭിമാനേന കേൾ ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖി ഭോഗങ്ങളും നിജ കർമാനുസാരികൾ മൃത്യു ഹരേ മിത്രദാരി ഉദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഗുർജന ഭേദ ബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ ദുഃഖം സുഖം നിജ കർമ്മവശഗതം ഒക്കെ എന്നുൾക്കാമ്പ് കൊണ്ടു നിനച്ച് അതിൽ യദ്യുദ്ഗതം തത്ര കാലാന്തരേ തദ്ഭുജിച്ച് അതിസ്വസ്ഥനായി വാഴണം ഭോഗത്തിനായിക്കൊണ്ട് ഭൂമിയെ ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യം ഉൽപ്പന്നോ വിധി വിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജം ഏവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖ അനന്തരം ദുഃഖമായി വരും ആകുലം ഇല്ല ദുഃഖാനന്തരം സുഖം നൂനം
ദിനരാത്രി പോലെ ഗതാഗതം മനസ്സെ ചിന്തിക്കിൽ അത്രയും അല്ലടോ ദുഃഖമത്രേ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖ മധ്യസംസ്ഥമായും വരും രണ്ടും അന്യോന്യ സംയുക്തമായി ഏവനുമുണ്ട് ജലപങ്കം എന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടം അല്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാ മരുവുന്ന ബുദ്ധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തു ആരുളി ചെയ്തു തോണി വരുത്തുക എന്ന് അപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നു ആശു വണങ്ങിനാൻ സ്വാമിന്യം ദ്രോണിക സമാരൂഹ്യതാം സൗമിത്രിണാം ജനകാത്മജയ സമം തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ ശൃംഗിവേരാധിപൻ വാക്കുകേട്ടു അന്നേരം മംഗലദേവതയാകിയ സീതയെ കൈയും പിടിച്ചു കരേറ്റി ഗുഹനുടെ കൈയും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയുധമായൊരു തോണി കരേറിനാൻ ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടെ വഹിച്ചിതു തോണിയും മംഗലാപാംഗീയ ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് ആദരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ അമ്മ നാരായണി നമോസ്തുതേ ദേവി നാരായണി നമോസ്തുതേ ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം സമർപ്പയാമി സർവം സമർപ്പയാമി.